ഹലോ കൂട്ടുകാരെ, വെൽക്കംസ് ടു ആമിസ് കേക്ക്സ്. അപ്പം നമുക്കിന്ന് ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ ചെയ്ത് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിലേക്ക് ഞാൻ എപ്പോഴും എടുത്തിരിക്കുന്നത് പോലെ തന്നെ 1 കപ്പ് മൈദ പ്ലസ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ എന്നിട്ട് സീവ് ചെയ്ത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം കൂട്ടുകാരും സീവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ സീവ് ചെയ്ത് മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ 1 കിലോ കേക്കിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ 3 മുട്ടയാണ് എടുക്കാറുള്ളത്. 3 മുട്ട എടുക്കുന്നുണ്ട്. 3 മുട്ടയിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസും അതേപോലെ തന്നെ മാംഗോ എസൻസും കൂടെ, മാംഗോ എസൻസ് ഉള്ള കൂട്ടുകാർക്ക് അത് ചേർക്കാം. ഞാനിവിടെ മാംഗോയുടെ മിക്സാണ് ചേർക്കുന്നത്. മാംഗോ മിക്സും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ബീറ്ററുള്ളവർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാത്ത കൂട്ടുകാർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയാകും. പക്ഷേ നല്ല പോലെ തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം ഞാനിവിടെ നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കൂട്ടുകാർക്ക് കാണാമല്ലോ. എന്നിട്ട് പതിയെ ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കുത്തിമറിച്ച് ഇളക്കേണ്ട കാര്യം മാത്രമല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടും. പിന്നെ അഡീഷണലി ഞാനിവിടെ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ബീറ്ററിൽ നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നമ്മുടെ കേക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു വേയിലാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 45 മിനിറ്റ്സോളം എനിക്ക് വേണ്ടി വന്നു ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേഗം തന്നെ ഐസിങ്ങിലേക്ക് നോക്കാം. ഐസിങ്ങിന് ഞാനിവിടെ ഷുഗർ സിറപ്പായിട്ട് എടുത്തിട്ടുള്ളത് പാലാണ്. പാലിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലപോലെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ മാംഗോ എസൻസ് ആണ്. മാംഗോ എസൻസും കൂടെ, മാംഗോയുടെ മിക്സും കൂടെ ഞാൻ നമ്മുടെ ആ ഒരു സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ ഞാൻ ക്രീമിനകത്തേക്ക് മുഴുവനായിട്ട് നമ്മുടെ മാംഗോയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നില്ല. പകരം ക്രീമിൽ ജസ്റ്റ് ആ ലെയറിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാറാണ് പതിവ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ മാംഗോയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തതും പിന്നെ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടെയാണ് ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ മാംഗോ കേക്കിൽ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിനി മാംഗോയുടെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് അത് വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്കത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്കത് വെച്ച് കൊടുക്കുക. ഇനി ഫ്രഷ് മാംഗോ വെച്ചിട്ട് നമുക്ക് മാംഗോ കേക്ക് ചെയ്യാം. അതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഒരു തവണ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ക്രീം, അതിൻ്റെ പുറത്ത് നമ്മൾ ചോക്ലേറ്റ്, പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ്സും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോക്കോ ചിപ്സ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തൂടെ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ഓവറായി പോവും, അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. ബാക്കിയെല്ലാം ഇതിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഏറ്റവും മുകളിലത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കുക. ബാക്കി ലെയറിനേക്കാളും കുറച്ചധികം ഏറ്റവും ടോപ്പിലെ ലെയർ ഞാനിവിടെ വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയം നമ്മുടെ കേക്ക് വെക്കും. ഇനി ഈ സ്ക്വയർ കേക്കൊക്കെ നല്ല ഷേപ്പിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നവരൊട്ടും വിഷമിക്കേണ്ട. എനിക്കും ഈ സ്ക്വയർ കേക്ക് ഒട്ടും തന്നെ പറ്റാത്തൊരു കാര്യമാണ്. പലപ്പോഴും ഒട്ടും തന്നെ ഫിനിഷിങ് ഉണ്ടാവാറില്ല സ്ക്വയർ കേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചുറ്റിനും ചോക്ലേറ്റ് ഒട്ടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നട്ട്സ് വെച്ച് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രഷ് വെച്ച് സൈഡിലുള്ള ഡിസൈൻ ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിനെ പതിയെ അങ്ങ് കവർ ചെയ്യും. പെട്ടെന്ന് നമുക്കത് മനസ്സിലാകാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് എന്താണ് ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചുറ്റിലും. ചോക്ലേറ്റ് നമ്മൾ ഫ്രിഡ്ജിലും
കൂടെ ഒക്കെ ഒന്ന് വെച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഒലിച്ചു പോകാതെ പകുതി ഒന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ കേക്ക് നമുക്ക് കിട്ടും. കൂട്ടുകാർ ചോക്ലേറ്റ് ഒന്ന് ഫ്രിഡ്ജിലും കൂടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ചുറ്റിനെ ഇവിടെ ട്രിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ഈ കേക്കിൽ കൊടുക്കുന്നത്. നെയിം എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് തന്നെയാണ് നെയിം എഴുതി കൊടുക്കുന്നത്. കൂട്ടുകാർക്ക് നമ്മുടെ ക്രീം വെച്ച് നെയിം എഴുതി കൊടുക്കാൻ പറ്റും. ക്രീം വെച്ച് നെയിം എഴുതുമ്പോൾ നമ്മുടെ ക്രീം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഐസിങ് ചെയ്യുന്ന അത്രയും ആ ഒരു കട്ടി വേണ്ട. ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ച് ആ ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ ചൂടൊക്കെ തട്ടിയിട്ട് നമ്മുടെ ആ ക്രീം ഒന്നൊന്ന് ലൂസാകും. അപ്പോൾ ആ ടൈമിൽ വേണം നമ്മൾ ക്രീമിൽ പേരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമ്മൾ ക്രീമിൽ പേരെഴുതുമ്പോഴും നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാൻ ചുറ്റിനും വളരെ സിമ്പിളായിട്ട് തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലവ്സിൻ്റെ കുറച്ച് ഷുഗർ ബോൾസ് കൊടുക്കുന്നുണ്ട്. ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് കുറച്ച് ലവ്സൊക്കെ ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ടോപ്പറും കൂടെ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കേക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. അപ്പം കൂട്ടുകാരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കൂട്ടത്തിൽ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.